നമസ്കാരം. പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് എന്ന സബ്ജക്റ്റിലെ സോഷ്യോ സൈബർ ഇൻഫർമാറ്റിക്സ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഡിജിറ്റൽ ഡിവൈഡ്, സൈബർ സ്പേസ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിജിറ്റൽ ഡിവൈഡ്. എന്താണ് ഡിജിറ്റൽ ഡിവൈഡ്? ഈ അടുത്ത കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസം ലഭ്യമാകാത്തതിൻ്റെ പേരിൽ മനംനൊന്തുകൊണ്ട് ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവം നമ്മളെല്ലാം അറിഞ്ഞതാണ്. നമുക്കറിയാം, ഒരുപാട് ആളുകൾ ഇന്ന് കമ്പ്യൂട്ടറുകളിലേക്കും ഇൻ്റർനെറ്റുകളിലേക്കും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉള്ളവരുണ്ട്. അതോടൊപ്പം തന്നെ ചില ആളുകൾ വിവിധ കാരണങ്ങൾ കൊണ്ട് കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ആക്സസ് ചെയ്യാൻ സാധിക്കാത്തവരും ഉണ്ട്. അപ്പോൾ സാധിക്കുന്നവരും സാധിക്കാത്തവർക്കും ഇടയിലുള്ള ഈ വിടവിനെ സൂചിപ്പിക്കുന്നതാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്നത്. അപ്പോൾ ഡിജിറ്റൽ ഡിവൈഡ് എന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സാമൂഹിക പ്രശ്നമായി ഇന്ന് നിലനിൽക്കുന്നു എന്നതാണ്. അപ്പോൾ ഡിജിറ്റൽ ഡിവൈഡ് എന്നാൽ, അല്ലെങ്കിൽ ഡിജിറ്റൽ സ്പ്ലിറ്റ് എന്നാൽ, ഇതൊരു സോഷ്യൽ ഇഷ്യൂ തന്നെയാണ്. ഇവിടെ ഇൻഫർമേഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആക്സസ് ചെയ്യാൻ സാധിക്കുന്നവരും സാധിക്കാത്തവരും തമ്മിലുള്ള വിടവാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്നത്. ഡിജിറ്റൽ ഡിവൈഡ് എന്നതിനെ അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന് ജെൻഡറാണ്. അതായത് മെയിൽസിനേക്കാളും ഫീമെയിൽസിന് ആക്സസ് കുറവായിരിക്കും ഇൻ്റർനെറ്റിലേക്കുള്ള, അല്ലെങ്കിൽ ICT ഇൻഫർമേഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലേക്കുള്ള ആക്സസ് കുറവായിരിക്കും എന്നത് ഒരു ഘടകമായിട്ട് പറയാം. രണ്ടാമത്തത് ഫിസിക്കൽ ഡിസബിലിറ്റിയാണ്. അതായത് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ICT ഇൻഫർമേഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും എന്നത് ഡിജിറ്റൽ ഡിവൈഡിനുള്ള മറ്റൊരു കാരണമായിട്ട് പറയുന്നു. മൂന്നാമത്തത് ഫിസിക്കൽ ആക്സസ് എന്നതാണ്. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യത്തിൻ്റെ ലഭ്യത കുറയുന്നു എന്നതാണ് വിഷയം. അതായത് ഇൻ്റർനെറ്റും അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറും ലഭ്യമാകാത്തതിൻ്റെ കാരണം കൊണ്ട് ഇൻ്റർനെറ്റും ICTയും ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത പ്രശ്നമാണ് ഫിസിക്കൽ ആക്സസ് എന്നതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ ഡിവൈഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറായി ഫിസിക്കൽ ആക്സസ് വരാനുള്ള കാരണം. അടുത്തത് ലാക്ക് ഓഫ് ICT സ്കിൽസ് ആണ്. ICT സ്കിൽസ് ഇല്ലാത്ത കാരണം കൊണ്ട് ഡിജിറ്റൽ ഡിവൈഡിന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഫാക്ടേഴ്സായി ലാക്ക് ഓഫ് ICT സ്കിൽസ് എന്ന ഒരു ഫാക്ടർ കൂടെ കാരണമാകുന്നു. അടുത്തത് ആറ്റിറ്റ്യൂഡിനൽ ഫാക്ടേഴ്സാണ്. അതായത് സാംസ്കാരികവും സ്വഭാവവുമായി ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന ഒരു കാരണമാണിത്. അതായത് ചില വ്യക്തികൾ യങ് ജനറേഷന് ടെക്നോളജി ഉപയോഗിക്കുന്നത് ഹാംഫുള്ളാണ്, അപകടകരമാണ് എന്ന ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് മൂലം ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാകുന്നതിനുള്ള കാരണമായി അത് മാറുന്നു. മറ്റൊന്ന് ഇറലവൻ്റ് കണ്ടൻറ്റ്. അതായത് കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റിലുമൊക്കെ ഇറലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റാണ് നിലനിൽക്കുന്നത് എന്നുള്ള ധാരണയുള്ള ആളുകൾ. മാത്രമല്ല അവർ കൂടുതൽ ഇതിന് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്നതും ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ ഡിജിറ്റൽ ഡിവൈഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടറാണ്. മറ്റൊന്ന് ഏജാണ്. അതായത് യങ് പീപ്പിൾ പ്രായമുള്ളവരെക്കാളും കൂടുതൽ ടെക്നോളജിയുമായി കംഫർട്ടബിൾ ആവുന്നു എന്നത് പ്രായമുള്ളവരിലേക്ക് അവർക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിലേക്ക്, അല്ലെങ്കിൽ അവർ ചെയ്യാതെ ഇരിക്കുന്നത് ഒരു കാരണമാണ്. അപ്പോൾ ഏജ് എന്നുള്ളത് മറ്റൊരു ഫാക്ടറാണ് ഫാമിലി സ്ട്രക്ചർ. അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുള്ള ഫാമിലിയിൽ കൂടുതൽ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇത് ഇല്ലാത്ത ഫാമിലിയാണെങ്കിൽ അവിടെ ഇതിൻ്റെ സാധ്യത കുറയുന്നു. അത് ഡിജിറ്റൽ ഡിവൈഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറായി മാറുന്നു. മറ്റൊന്ന് മോട്ടിവേഷൻ എന്നുള്ളതാണ്. അതായത് ഇതിന് പ്രത്യേകം താല്പര്യം കാണിക്കാത്ത ആളുകൾ. അപ്പോൾ ഇതും ഒരു കാരണമായിട്ട് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് ഡിജിറ്റൽ ഡിവൈഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് നമുക്ക് പറയാം. അടുത്തതായിട്ട് എഫക്ട്സ് ഓഫ് ഡിജിറ്റൽ ഡിവൈഡാണ്. ഡിജിറ്റൽ ഡിവൈഡ് കൊണ്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ്?
ഒന്ന് ഇക്കണോമിക് ഇൻഈക്വാലിറ്റി എന്നത് തന്നെയാണ്. അതായത് മോഡേൺ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വാല്യബിൾ ആയിട്ടുള്ള ഇക്കണോമിക്കൽ ഇൻഫർമേഷൻസ് അച്ചീവ് ചെയ്തുകൊണ്ട് ഇക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഇൻ്റർനെറ്റും ICTയും ഉപയോഗിക്കാൻ സാധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ പ്രോഗ്രസ് ഉണ്ടാക്കുകയും ഇത് സാധിക്കാത്ത ആളുകൾ അത്ര തന്നെ പ്രോഗ്രസ് ഉണ്ടാക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്യുന്നത് ഇക്കണോമിക് ഇൻഈക്വാലിറ്റി, സാമ്പത്തിക അസമത്വത്തിലേക്ക് ലീഡ് ചെയ്യപ്പെടുന്നു എന്നത് ഒരു പരിണിത ഫലമാണ്. മറ്റൊന്നാണ് എഫക്റ്റ് ഓൺ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിലും ഇത് ഡിജിറ്റൽ ഡിവൈഡ് കൊണ്ട് ഫലമുണ്ടാവുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതായത് ഇൻ്റർനെറ്റും മറ്റു സൗകര്യങ്ങളും ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ വാല്യബിൾ ആയിട്ടുള്ള നോളജ് ഇൻ്റർനെറ്റിൽ നിന്നും ലഭ്യമാകുമ്പോൾ ഇത് ഉപയോഗിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ലഭ്യമാവാതിരിക്കുകയും അത് അവരെ പിന്നോട്ടടിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റൊരു എഫക്ട്സാണ് ഡെമോക്രസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതായത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ICT സ്കിൽസ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഇലക്ഷനിലും മറ്റു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലുമെല്ലാം വളരെ സജീവമായി ഇടപെടുകയും ചെയ്യുന്നു. ഇതില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വാഭാവികമായിട്ടും അത്ര തന്നെ ഇടപെടുന്നില്ല എന്നതും ഇതിൻ്റെ ഒരു ഫലമായിട്ട് പറയുന്നു. മറ്റൊന്ന് ഇക്കണോമിക് ഗ്രോത്താണ്. ഡിജിറ്റൽ ഡിവൈഡ് ഇൻഫ്ലുവൻസസ് ഇക്കണോമിക് ഗ്രോത്ത്. ഇക്കണോമിക് ഗ്രോത്തിനെയും ഡിജിറ്റൽ ഡിവൈഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം ബിക്കോസ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി ഈസ് കണക്റ്റഡ് വിത്ത് ദ യൂസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇൻഫർമേഷൻ ടെക്നോളജിയുമായി കണക്റ്റഡ് ആണ് പ്രൊഡക്ടിവിറ്റി എന്നതുള്ളത്, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുക എന്നത്. അപ്പോൾ കമ്പനീസ് വിത്ത് ദീസ് ടെക്നോളജി മേ ഹാവ് അഡ്വാൻറ്റേജ് ആൻഡ് ക്യാൻ അതായത് പിന്നെ ഇത്തരം ടെക്നോളജീസ് ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിക്കുന്ന കമ്പനീസിന് കൂടുതൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുകയും മറ്റുള്ളവരെക്കാളും ഇത് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര തന്നെ എക്കണോമിക് ഗ്രോത്ത് സാധ്യമാവാതെ പോവുകയും ചെയ്യുന്നു എന്നത് ഒരു എഫക്ട്സ് ആണ്. മറ്റൊരു എഫക്ട്സ് എന്നുള്ളത് സോഷ്യൽ മൊബിലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി പ്ലേ ആൻ ഇൻക്രീസിംഗ്ലി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പീപ്പിൾസ് ലേണിംഗ്, പ്രൊഫഷണൽ വർക്ക് ആൻഡ് കരിയർ ഡെവലപ്മെൻറ്റ്. ഇൻഫർമേഷൻ ടെക്നോളജി വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ആളുകളുടെ ലേണിങ്ങിലും അതേപോലെ പ്രൊഫഷണൽ വർക്കിലും കരിയർ ഡെവലപ്മെൻറ്റിലും പുരോഗതിയിലുമെല്ലാം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതുമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഫക്ട്സ് എന്ന ഭാഗത്ത് പറയാനുള്ളത്. ഇനി ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന ടോപ്പിക്കാണ്. ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അവിടെ മാസ് പ്രൻസ്കി എന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ഈ ഒരു വേർഡ് കോയിൻ ചെയ്യുന്നത്, ഡിജിറ്റൽ നേറ്റീവ്സ്. അപ്പോൾ ഈ ഒരു ടേം കോയിൻ ചെയ്യുന്നത് അപ്പോൾ 2001 ഇവിടെ എന്താണ് ഡിജിറ്റൽ നേറ്റീവ്സ്, അല്ലെങ്കിൽ ആരാണ് ഡിജിറ്റൽ നേറ്റീവ്സ്? അപ്പോൾ ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 1980 ശേഷം ജനിച്ച ഡിജിറ്റൽ ഏജിൽ വളരെ കംഫർട്ടബിളായി ടെക്നോളജി യൂസ് ചെയ്യുന്ന ആളുകളാണ് ഡിജിറ്റൽ നേറ്റീവ്സ്. അപ്പോൾ ദ ടേം ഡിജിറ്റൽ ഇമിഗ്രൻസ്, ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഡിജിറ്റൽ ഏജിൽ ജനിക്കുകയും വളരെ കംഫർട്ടബിളായി ടെക്നോളജി ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ഡിജിറ്റൽ ഇമിഗ്രൻസ് എന്ന മറ്റൊരു ടേം കൂടെയുണ്ട്. അപ്പോൾ ഇത് ഡിജിറ്റൽ ടെക്നോളജി വ്യാപകമാകുന്നതിന് മുമ്പ് ജനിക്കുകയും വളരുകയും ചെയ്ത ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ടെക്നോളജിയുമായി പരിചരിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ അവരെ ഡിജിറ്റൽ ഇമിഗ്രൻസ് എന്നും പറയുന്നു. അപ്പോൾ ഡിജിറ്റൽ നേറ്റീവ്സ്. അപ്പോൾ ഗ്രൂപ്പിംഗ് ഓഫ് ഡിജിറ്റൽ നേറ്റീവ്സിൻ്റെ ഡിഫറൻ്റ് ആയിട്ട് 3 ഗ്രൂപ്പുകളാണ്, അല്ലെങ്കിൽ 3 തരംതിരിക്കുകയാണ്. ഒന്നാമത് അവോയ്ഡേഴ്സ് ആണ്. അവോയ്ഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർ സോഷ്യൽ മീഡിയ അതേപോലെ പുതിയ കാലത്തെ ടെക്നോളജീസ്, ഇമെയിൽ അത്തരം കാര്യങ്ങളിലൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ പകരം അവരെ സംബന്ധിച്ചിടത്തോളം അവർ അത്ര നല്ല രീതിയിൽ അതിനെ സമീപിക്കാത്തവരാണ് അവോയ്ഡേഴ്സ് എന്നുള്ളത്. അപ്പോൾ അവർ ചിലപ്പോൾ സെൽഫോൺസ് ഒക്കെ ഉപയോഗിച്ചേക്കാം, പക്ഷേ പുതിയ കാലത്തെ ടെക്നോളജിയും സോഷ്യൽ മീഡിയയും അതുപോലെ ടെക്നോളജിയും ഡിജിറ്റൽ മീഡിയാസും ഒന്നും ഉപയോഗിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് അവോയ്ഡേഴ്സ് എന്ന് ഗ്രൂപ്പ് ചെയ്യുന്നത്. രണ്ടാമത്തേതാണ് മിനിമലിസ്റ്റ് എന്നത്. മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ടെക്നോളജി വളരെ മിനിമലായിട്ട് യൂസ് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ടെക്നോളജി യൂസ് ചെയ്യുന്ന, അതേപോലെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ മാത്രം സെർച്ച് ചെയ്യുകയും അതേപോലെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകളാണ് മിനിമലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് അത്യാവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കുന്ന
വളരെ മിനിമം ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളെ മിനിമലിസ്റ്റ് എന്ന ഒരു ഗ്രൂപ്പായിട്ട് തരംതിരിക്കുകയാണ്. മൂന്നാമത്തെ ഗ്രൂപ്പാണ് എൻതൂസിയാസ്റ്റിക് പാർട്ടിസിപ്പൻസ്. നമ്മുടെ ഏറ്റവും പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകളും എൻതൂസിയാസ്റ്റിക് പാർട്ടിസിപ്പൻസായി മാറാനുള്ള സാധ്യതയുണ്ട്. അതായത് മോസ്റ്റ് ഓഫ് ദ ഡിജിറ്റൽ നേറ്റീവ്സ് ആർ എൻതൂസിയാസ്റ്റിക് പാർട്ടിസിപ്പൻസ്. ഇവിടെ ഇവർ ടെക്നോളജി വളരെയധികം എൻജോയ് ചെയ്യുന്നവരാണ്. വളരെ അധികം ഏത് സമയവും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ, അതേപോലെ ഇൻ്റർനെറ്റിൻ്റെ സഹായം തേടുന്ന ആളുകൾ കമ്പ്യൂട്ടറുകളും മറ്റ് ഡിവൈസസുകളും ഇൻഫർമേഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും ഉപയോഗിക്കുന്ന ആളുകളാണ് എൻതൂസിയാസ്റ്റിക് പാർട്ടിസിപ്പൻസ് എന്നത്. അപ്പോൾ ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന ടേം എന്ത് എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ നേറ്റീവ്സിനെ മൂന്നായിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു. ഒന്നാമത്തത് അവോയ്ഡേഴ്സ്, 2 മിനിമലിസ്റ്റ്, 3 എൻതൂസിയാസ്റ്റിക് പാർട്ടിസിപ്പൻസ്. അവസാനത്തെ ടോപ്പിക്കാണ് സൈബർ സ്പേസ് എന്നത്. സൈബർ സ്പേസ് എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് വില്യം ഗിബ്സൺ എന്ന വ്യക്തിയാണ്. സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ സാധാ ഒരു സ്പേസ് നമുക്കറിയാം. അതേപോലെ തന്നെ സൈബർ സ്പേസ് എന്ന് പറയുമ്പോൾ അത് വിർച്വൽ ആയിരിക്കും എന്നുള്ളതാണ്, അതായത് ഡിജിറ്റൽ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വിർച്വൽ സ്പേസിനെയാണ് സൈബർ സ്പേസ് എന്ന് പറയാം. അപ്പോൾ വിർച്വൽ സ്പേസ് ഇൻക്ലൂഡിങ് ഇൻ്റർനെറ്റ് വേർ ഇൻഫർമേഷൻ ഈസ് എക്സ്ചേഞ്ച്ഡ് ബൈ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ICTയുടെ സഹായത്തോടു കൂടി ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന വിർച്വൽ സ്പേസിനെയാണ് സൈബർ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നു, ലാർജ് നമ്പർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് റിസോഴ്സസ് സാധ്യമാകുന്നു, ഷെയറിംഗ് പങ്കുവെക്കൽ ഈസിയാകുന്നു, അതേപോലെ ഓൺലൈൻ സർവീസസും കൊമേഴ്സും എൻ്റർടൈൻമെൻറ്റും ഒക്കെ സൈബർ സ്പേസിൽ സജീവമായി ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതൊക്കെയാണ് സൈബർ സ്പേസിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് സൈബർ സ്പേസ് എന്ന ടേം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് വില്യം ഗിബ്സൺ എന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ സൈബർ സ്പേസ് എന്നാൽ എന്ത്, അതൊരു വിർച്വൽ സ്പേസ് ആണ് എന്നുള്ളതുമാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനും ഇവിടെ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡിനെ കുറിച്ചും സൈബർ സ്പേസിനെ കുറിച്ചുമൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.